ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. വീണ്ടും ഒരു ലൈവിലേക്ക് വരുവാൻ ദൈവം അവസരം നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി യാത്രയുടെയും മറ്റും ബന്ധപ്പാടുകൾ കൊണ്ട് ഒരു ലൈവിലേക്ക് വരുവാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും ഇന്ന് അനിവാര്യമായും ഒരു ലൈവിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലൈവിൽ അതിപ്രധാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, അടുത്ത സമയത്ത് ഒരു ദേവദാസൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ സ്നാനപ്പെട്ട ആളുകൾ മാത്രമാണ് സഭയുടെ അംഗങ്ങൾ എന്ന്, മാത്രമല്ല അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരായിരിക്കണം എന്നും വളരെ വ്യക്തതയോടുകൂടെ പ്രസംഗിക്കുന്നത് കേട്ടു. ഇത് സംബന്ധിച്ച് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു റൈറ്റപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അത് ഞാൻ പ്രവർത്തനത്തിനായിട്ട് പോയ സ്ഥലത്ത് നിന്നാണ് അത് എഴുതിയത്. എന്നാൽ ചില ആളുകൾ എന്നോട് അതേക്കുറിച്ച് ഒരു വിശദമായ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ പലർക്കും അത് കുറെ കൂടെ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന അഭിപ്രായപ്പെടുകയുണ്ടായി. ആ ബന്ധത്തിലാണ് ഇപ്പോൾ വാസ്തവത്തിൽ ഞാൻ അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയുടെ അംഗങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരാണോ അതോ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരാണോ? അതിപ്രധാനമാകുന്ന ഒരു ഉപദേശ വിഷയമാണിത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിലാണ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് എഴുതിയിട്ടുള്ളത്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് മുൻകൂട്ടി പ്രഖ്യാപിച്ചു. മത്തായി 16:18 കർത്താവ് മുൻകൂട്ടി പ്രഖ്യാപിച്ച സഭാപണിയെ ചരിത്രത്തിൽ അതിന് തുടക്കമായി നാം കാണുന്നത് പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിലാണ്. അതിന് ഉപോത്ബലകമായി സംഭവിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നാനമാണെന്ന് പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ഉം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളും വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവിടെ വളരെ വ്യക്തതയോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം, പല ആളുകളും ചിന്തിച്ചിരിക്കുന്നത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ രക്ഷയായെന്നാണ്. ഇന്ന് പല കുഞ്ഞുങ്ങളോടും പല വ്യക്തികളോടും, പ്രത്യേകിച്ച് ദൈവവചനം കാതലായ നിലയിൽ സംസാരിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ സ്നാനപ്പെട്ടതാണ്. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടതാണെന്നാണ് ഉത്തരം. അങ്ങനെ സ്നാനപ്പെടാനുണ്ടായിരുന്ന മുഖാന്തരം എന്താണ് എന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞു ജീവിതത്തിൽ അനുഭവിച്ച അനുഭാവമാകുന്ന രോഗസൗഖ്യം. 2, ഒരു ദേവദാസൻ ഞങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടായി, ഞങ്ങൾ അടുത്ത ദിവസം സ്നാനപ്പെട്ടു. 3, ഞങ്ങൾ ചില ദിവസങ്ങൾ ഉപവസിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്നു, അങ്ങനെ മറുഭാഷയിൽ സംസാരിച്ചു, അപ്പോൾ ഞങ്ങൾ സ്നാനപ്പെട്ടു. ഇതൊന്നുമല്ല ക്രിസ്തീയ രക്ഷയും സ്നാനത്തെയും സംബന്ധിച്ചുള്ള ഉപദേശം. ഇവിടെയാണ് ഞാൻ ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിന്റെ വക്താവായി തീരാതെ ദൈവവചനത്തിന്റെ വക്താവായി ദൈവവചനം സംസാരിക്കുവാൻ നിർബന്ധനായിത്തീരുന്നത്. പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, ആ കാലത്ത് 120 പേരുള്ള ഒരു സംഘം യെരൂശലേമിലെ മാളിക മുറിയിൽ കൂടിയിരുന്നു എന്ന് വായിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 4-ഉം 8-ഉം വാക്യങ്ങളിൽ പ്രസ്താവിച്ചതുപോലെ പരിശുദ്ധാത്മാവ്
ആളത്വപരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും പരിശുദ്ധാത്മ സ്നാനത്താൽ തന്റെ സഭയാം ശരീരത്തെ രൂപീകരിക്കുകയും ചെയ്തു. ആ സഭാ രൂപീകരണത്തിന്റെ വിശദീകരണമാണ് ഉപദേശം എന്ന നിലയിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നൽകിയിരിക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ അവിടെ ഏകാത്മസ്നാനം ഏകാത്മപാനം ഇത് രണ്ടും പരിശുദ്ധാത്മാവിന്റെ രണ്ട് പ്രവർത്തനങ്ങളായി വിശ്വസിക്കുന്നവർക്ക് ലഭിച്ച അനുഭവങ്ങളാണ്. യഹൂദനെയും യവനെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭയിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ കർത്താവായ യേശു ചെയ്ത പ്രവൃത്തിയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. അത് പെന്തക്കോസ്ത് നാളിൽ ചരിത്രപരമായി അരങ്ങേറി. എന്നാൽ പിന്നീട് രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിക്കും എപ്പോൾ താൻ രക്ഷിക്കപ്പെടുമോ അപ്പോൾ അവനെ പരിശുദ്ധാത്മാവിൽ കർത്താവ് മുക്കി തന്റെ ശരീരമായ സഭയുടെ അംഗമാക്കി തീർക്കുന്നു എന്നാണ് തിരുവഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രണ്ട് വ്യത്യസ്ത നിലയിലുള്ള പഠിപ്പിക്കലുകൾ ഇതേ സംബന്ധിച്ചുണ്ട്. ഒന്ന്, ചരിത്രപരമായി സംഭവിച്ച പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ ആത്മസ്നാനത്താൽ അന്ന് രൂപീകൃതമായ സഭയിലേക്ക് വിശ്വാസിച്ച് പ്രവേശിക്കുന്ന ഒരുവൻ അന്ന് പ്രാപിച്ച ആ ആത്മസ്നാനത്താൽ രൂപീകൃതമായ സഭയുടെ അംഗമായി തീരുമ്പോൾ ചരിത്രപരമായി നിവർത്തിക്കപ്പെട്ട പരിശുദ്ധാത്മസ്നാനത്തിന്റെ അംശിയായി അദ്ദേഹം മാറുന്നു എന്നതാണ് ഒരു പഠിപ്പിക്കൽ. ഭൂരിഭാഗം വേർപാടുകാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ സൂക്ഷ്മമായി ദൈവനം പഠിച്ചപ്പോൾ എനിക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ലഭിച്ചത്. അതായത് ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് ചേർക്കപ്പെടുവാൻ അനിവാര്യമായിരിക്കുന്ന ഒന്നാണ് ആത്മസ്നാനം. ആ ആത്മസ്നാനം എപ്പോൾ പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമോ അപ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മസ്നാനം ലഭിക്കുകയും അദ്ദേഹം കർത്താവിന്റെ മാർമികമായ ശരീരത്തിന്റെ അംശിയായി അല്ലെങ്കിൽ അംഗമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. ചരിത്രപരമായി സംഭവിച്ച ഒരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് അതിന്റെ ഭാഗവാക്കായി മാറുന്നു എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ വചനപ്രകാരം യുക്തിസഹജമായത് എപ്പോഴും പാപി രക്ഷിക്കപ്പെടുമോ അപ്പോൾ അവന് പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച് പരിശുദ്ധാത്മസ്നാനത്താൽ ക്രിസ്തു ശരീരത്തോടെ ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തോടെ മാർമിക ശരീരത്തോടെ ചേർക്കപ്പെട്ട ഒരു വിശ്വാസി, ആ വിശ്വാസി ക്രിസ്തു ശരീരത്തിന്റെ അംഗമായി അവയവമായി മാറ്റപ്പെടുന്നു. അവിടെ യഹൂദനെന്നും യവനെന്നും ഉള്ള വ്യത്യാസം എന്നേക്കുമായി നീങ്ങിപ്പോകുന്നു. ഇരുകൂട്ടരും ചേർന്ന് ക്രിസ്തുയേശുവിൽ ഒരു പുതുമനുഷ്യനായി രൂപാന്തരപ്പെടുന്നു. ഈ അനുഭവത്തെ നമ്മൾ രക്ഷിക്കപ്പെടുക എന്നും വീണ്ടുജനം പ്രാപിക്കുക എന്നുള്ള വാക്കിൽ കൂടിയും വിവക്ഷിക്കാറുണ്ട്. ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പ്രവൃത്തി 2:47 പ്രകാരം കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഈ വാക്യത്തിൽ 4 ചോദ്യങ്ങളും ആ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമുണ്ട്. ഒന്ന്, ആരെയാണ് കർത്താവ് സഭയോട് ചേർക്കുന്നത്? ഉത്തരം, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർക്കുന്നു. 2, ആരാണ് സഭയോട് ചേർക്കുന്നത്? കർത്താവാണ് സഭയോട് ചേർക്കുന്നത്. 3, എപ്പോഴാണ് ഒരാളെ സഭയോട് ചേർക്കുന്നത്? എപ്പോൾ ഒരു പാപി രക്ഷിക്കപ്പെടുമോ അപ്പോൾ അവനെ സഭയോട് ചേർക്കുന്നു. 2, എങ്ങനെ ആര് എവിടെ ഏതിനോടാണ് രക്ഷിക്കപ്പെടുന്നവരെ ചേർക്കുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്നു. ഈ 4 ചോദ്യങ്ങൾക്കുള്ള ലളിതമായ ഉത്തരവും ആ ചോദ്യത്തിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മരക്ഷ നൽകുന്നു എന്നാണ് വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫിലിപ്പിയൻ കാരാഗ്രഹ പ്രമാണി തന്റെ സ്വന്തം വാളൂരി അതിന്മേൽ വീണ് മരിക്കാൻ രാത്രിയിലെ വിഭ്രമത്തിൽ പരിശ്രമിക്കുമ്പോൾ, നീ നിനക്കായി തന്നെ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യജമാന്മാരായ പുരുഷന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ പൗലോസും ശീലാസും അദ്ദേഹത്തോട് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ്. അവിടെ സ്നാനത്തെക്കുറിച്ച് ഒരു വാക്കും പറഞ്ഞില്ല. എന്നാൽ ആ രാത്രിയിൽ തന്നെ
അവൻ അവരുടെ മുറിവുകളെ കഴുകി താമസിയാതെ താനും കുടുംബവും സ്നാനമേറ്റു എന്ന് വായിക്കുന്നു. അപ്പോൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകൾ രക്ഷിക്കപ്പെട്ട ഉടൻ തന്നെ അല്ലെങ്കിൽ അധികം താമസിയാതെ സ്നാനം കൂടെ സ്വീകരിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകളുടെ ഐവിറ്റ്നസ് ആണ്. അപ്പോൾ അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ലൂടെയുള്ള രക്ഷയെ സംബന്ധിച്ച് എഴുതുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. മർക്കോസ് മറ്റുള്ള ആളുകളിൽ നിന്ന് കേട്ട് തനിക്ക് ലഭിച്ച അറിവിൽ, പത്രോസിൽ നിന്നൊക്കെ കേട്ട് ലഭിച്ച അറിവിൽ നിന്നാണ് തന്റെ സുവിശേഷം എഴുതുന്നത്. അതേ എഴുതുമ്പോൾ മർക്കോസ് 16:14 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ ആ വാക്യത്തിന് തന്നെ രണ്ടാം ഭാഗം സൂക്ഷ്മമായി വായിക്കണം. എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഞാൻ പല സ്ഥലങ്ങളിലും പല ആളുകളും പല വേദഭാഗങ്ങളും വായിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആളുകൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം കർത്താവിന്റെ മേശയോട് അനുബന്ധിച്ച് വായിക്കാറുണ്ട്. അങ്ങനെ വായിക്കണമെന്നൊന്നും വേദപുസ്തകത്തിൽ കൽപ്പനയില്ല. നിങ്ങളെല്ലാ ഞായറാഴ്ചയും കർത്താവിന്റെ മേശയെ ആചരിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് തിരുവത്താഴ് ശുശ്രൂഷ ആചരിക്കാവൂ എന്നൊന്നുമില്ല. എന്നാൽ ചില സഭകൾ അങ്ങനെ പതിവുണ്ട്. വായിക്കുന്നത് തെറ്റില്ല, വായിക്കാതിരുന്നാൽ പ്രയാസവുമില്ല, കുഴപ്പമില്ല. അവിടെ വായിക്കുമ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു, നിങ്ങൾക്കായി നുറുക്കപ്പെടുന്നതിന്റെ ശരീരം എന്ന് പറഞ്ഞു. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഇത് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തം, ഞാൻ വരുമ്പോഴും ഇതിൽ നിന്ന് കുടിപ്പീൻ എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് വായിച്ച് നിർത്തുകയാണ്. താഴോട്ട് എന്നാൽ ഓരോരുത്തരും തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിന് തിന്നുകയും പാനപാത്രത്തിന് കുടിക്കുകയും ചെയ്യുവാനുള്ള വാക്യവും. ഈ ശോധന ചെയ്യാഞ്ഞാൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം സംബന്ധിച്ച് ഓരോരുത്തരും കുറ്റക്കാരനായി തീരും എന്നുള്ള ഭാഗമുണ്ട്. ആ ഭാഗം ബോധപൂർവ്വം അങ്ങ് വിട്ടുകളയും എന്ന് പറഞ്ഞ പോലെയാണ് ഈ രക്ഷയുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് മത്തായി 16:14 യേശു ക്രിസ്തു പറഞ്ഞതായി മർക്കോസ് പറയുന്ന ഭാഗം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും, എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ള വേദഭാഗം പറയുന്നു. അപ്പൊ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം രണ്ടു കാര്യങ്ങൾ ഒന്നിച്ചു പറഞ്ഞു, വിശ്വാസവും സ്നാനവും. എന്നിട്ട് അതിന്റെ രണ്ടാം ഭാഗത്ത് പറയുകയാണ്, ബി പാർട്ട് പറയുകയാണ്, എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സാമാന്യ യുക്തി കൊണ്ട് അതിനെ വിവക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നാണ്. സ്നാനപ്പെടാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നോട് പറഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ വിഷയം, ഈ ആദ്യകാലങ്ങളിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പരസ്യ പ്രഖ്യാപനമായിരുന്നു വിശ്വാസസ്നാനം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു ചിന്തിക്കുക, പൗലൂസും പത്രോസും ശുശ്രൂഷ ചെയ്ത കാലഘട്ടങ്ങളിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതും എന്ന് വിചാരിക്കുക. ഞാൻ അന്ന് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനായി എന്റെ ഹൃദയം കൊടുത്തു എന്നറിയുമ്പോൾ ഈ വിശ്വാസത്തോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ രക്ഷയോട് ബന്ധപ്പെട്ട സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശവും ഈ സ്ലീഹന്മാർ പറയാറുണ്ടായിരുന്നു. അവ വെച്ച് താമസിപ്പിക്കാതെ ഈ രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തുകയും ചേരുന്നു. ഇപ്പൊ രക്ഷയുടെയും സ്നാനത്തിന്റെയും വേർപാടിന്റെ ഉപദേശം ലോകത്തു നിന്ന് ഒരു വിശ്വാസി വേർപെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പരസ്യമായ സാക്ഷ്യമാണ് സ്നാനം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ ഉടനടി സ്നാനവും സ്വീകരിച്ചു പോകുന്നു. അപ്പോസ്തലന്മാര് അങ്ങനെ സ്നാനം കൊടുത്തും പോകുന്നു. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റുകൾ ഒന്നിച്ചാണ് മർക്കോസ് പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. എന്നാൽ രക്ഷിക്കപ്പെടുന്നതിനുള്ള പ്രമാണവാക്യമായി പറയുമ്പോൾ റോമർ 10:14 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന്. 10-ാം വാക്യത്തിൽ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അവിടെ രക്ഷിക്കപ്പെടുന്നുള്ള മാർഗം പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുക. 2, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. 2 കാര്യങ്ങളാണ് പറയുന്നത്. 1, യേശുവിനെ ഏറ്റുപറയണം. 2, ഹൃദയം കൊണ്ട് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ വിശ്വാസത്താൽ ഏറ്റുപറയണം.
ഇങ്ങനെ ചെയ്താൽ രക്ഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഫിലിപ്പിയൻ കാരാഗ്രഹ പ്രമാണിയോടും അങ്ങനെയാണ് പൗലോസ് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അപ്പൊ ബാപ്റ്റിസ്മൽ റീജനറേഷൻ, അതായത് സ്നാനം മുഖാന്തരമായിട്ടുള്ള വീണ്ടും ജനനം എന്നൊരു ഉപദേശം വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ പത്തിൽ എവിടെയും പഠിപ്പിക്കുന്നില്ല. സാൽവേഷൻ ഈസ് ഫണ്ടമെന്റലി ഓൺ ദ ബേസിസ് ഓഫ് എ ഫെയ്ത്ത് അപ്പോൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രക്ഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചില ആൾ ചോദിച്ചു, അപ്പോൾ സ്നാനം വേണ്ട എന്നാണ്. രാജുജറമിലെ അച്ഛനൊക്കെ പറഞ്ഞത് നമ്മുടെ 50-50 ബിസ്ക്കറ്റ് പോലെയാണ് രക്ഷയെന്നാണ്. അതായത് 50% നമ്മുടെ വിശ്വാസവും 50% നമ്മുടെ പ്രവൃത്തിയും. അതായത് വിശ്വസിക്കുകയും വേണം, സ്നാനപ്പെടുകയും ചെയ്യണം. സ്നാനത്തല്ലാതെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. എന്നാൽ എന്റെ ബൈബിളിരിക്കുന്നത് വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നു എന്നാണ്. ഒന്നാമത്തെ വിഷയം മനസ്സിലാക്കേണ്ടത്, പഴയത്തിൽ സ്നാനം ഒരു ഉപാധിയായിരുന്നില്ല. എന്നാൽ പഴയത്തിൽ യാഗം കഴിച്ച് ദൈവത്തോട് ഇത് പ്രാപിച്ചു വിശുദ്ധന്മാരെ എന്നാണ് 50 അസങ്ങളിൽ വായിക്കുന്നത്. പഴയ വിശുദ്ധന്മാരെല്ലാവരും വരുവാനുള്ള ക്രിസ്തുവിന്റെ യാഗത്തെ മുൻപ് കൂട്ടി കണ്ടിട്ട് യാഗങ്ങളിൽ കൂടെ അവര് യാഗാർപ്പണത്തിലൂടെ രക്ഷ പ്രാപിച്ചവരാണ്. അപ്പൊ അവരെ രക്ഷിക്കപ്പെട്ടോ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടോ എന്ന് പറയാം, അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ പുതിയ നിയമവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാവരും കാൽവറിയിലെ യേശു ക്രിസ്തുവിന്റെ യാഗമത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. ആ രക്ഷിക്കപ്പെട്ട അവരെന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനോട് അവരെ ഏകീഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണം. ഇവിടെ ഒരു കൺഫ്യൂഷൻ കൂടെ ഞാൻ ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ചില ആളുകൾ എന്റെ ഈ പറയുന്ന വിഷയത്തെ അവരുടെ ബയാസ് കാരണം ഇവരെ എതിർക്കാറുണ്ട്. എനിക്ക് യാതൊരു പ്രയാസമില്ല. ലെറ്റ് ദം ബിലീവ് വാട്ട് ദേ ബിലീവ്. എനിക്ക് വിശ്വസിക്കാൻ ദൈവം തന്ന പ്രകാശം ഞാൻ പറയട്ടെ. നിങ്ങൾ അംഗീകരിക്കുകയോ ചെയ്യുക, നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വിരോധമില്ല, അംഗീകരിച്ചാൽ സന്തോഷമുണ്ട്. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതായത് ഒരു ഫിസിക്കൽ വാട്ടർ ബാപ്റ്റിസം കൊണ്ടല്ല ഒരു വ്യക്തി യേശു ക്രിസ്തുവോട് ചേരുന്നത്. ഒരു വ്യക്തി യേശു ക്രിസ്തുവോട് ചേരുന്നത് സ്പിരിച്വൽ ബാപ്റ്റിസം കൊണ്ടാണ്, ആത്മസ്നാനം കൊണ്ടാണ്. സ്പിരിറ്റ് ബാപ്റ്റിസം ആത്മസ്നാനം കൊണ്ടാണ്. പരിശുദ്ധാത്മസ്നാനത്താലാണ് ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നത്. അപ്പോൾ ജലസ്നാനം പരിശുദ്ധാത്മസ്നാനത്താൽ നാം ക്രിസ്തുവിനോട് ഏകീഭവിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പരസ്യമായ വിളംബരമാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോടെ നാം ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മസ്നാനത്താലാണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പൊതുലോകത്തോട് പരസ്യമായി പറയുന്ന അനുഷ്ഠാനമാണ് വിശ്വാസ സ്നാനം അല്ലെങ്കിൽ നിമജ്ജന സ്നാനം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കുളത്തിലോ ഒരാറ്റിലോ ഒരു വാട്ടർ ടാങ്കിലോ ഒരാളെ മുക്കിയാൽ അദ്ദേഹത്തെ യേശുക്രിസ്തുവോട് ചേർക്കാൻ കഴിയുമെന്ന് വേദപുസ്തകത്തിൽ എവിടെയും പ്രസ്താവിച്ചിരുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ നെസബ് ചെയ്യരുതെന്ന് ദയവായി ഓർപ്പിക്കുന്നു. ജലസ്നാനം വേറെ, ആത്മസ്നാനം വേറെ. ആത്മസ്നാനം രക്ഷിക്കപ്പെട്ടവർക്ക് തൽക്ഷണം ലഭിക്കുന്നതും ജലസ്നാനം രക്ഷിക്കപ്പെട്ട ശേഷം ഒരാൾ കർത്താവിനുള്ള കൽപ്പനയുടെ അനുസരണമായി അനുഷ്ഠിക്കേണ്ടതുമായ ഒരു കർമ്മമാണ്. അങ്ങനെയാണ് ജലസ്നാനത്തെ കുറിച്ച് പറയുന്നത്. ജലസ്നാനം നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഒരിക്കലും ഉപാധിയായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ കാലുകളിലെ ക്രൂശിച്ചൊരിഞ്ഞ രക്തവും അവന്റെ അരിമത്തിയിലെ യോസേഫിന്റെ കളവിലുള്ള പുനരുദ്ധാനവും അവന്റെ മഹത്വവുമാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നത്. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നു. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം പ്രാപിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനത്താൽ കർത്താവിനോട് ഏകീഭവിച്ച ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയുടെ അനുസരണമായി ഞാൻ സ്നാനം സ്വീകരിക്കുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം. സ്നാനം ഏൽക്കേണ്ടെന്ന് ഞാനോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ സ്നാനം രക്ഷയ്ക്കല്ല, രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ അനുസരണത്തിന്റെ അടയാളമായി അനുഷ്ഠിക്കേണ്ട കർമ്മം ആണെന്നാണ് വേദോത്സവം പറയുന്നത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ വാസ്തവത്തില് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്ന് ഞാൻ ആ സ്ഥലസഭയിൽ ഉണ്ടായിരുന്ന ഒരു കാർമ്മികനായ ശുശ്രൂഷയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തി. അപ്പോസ്തലന്മാരുടെ കാലത്ത് രക്ഷിക്കപ്പെട്ട രക്ഷയുടെ സന്തോഷത്തിലേക്ക് വന്നവരെ ഉടനടി സ്നാനപ്പെടുന്ന ഒരു സംവിധാനവും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ രക്ഷിക്കപ്പെട്ട ആളുകളെ തൽക്ഷണം സ്നാനപ്പെടുത്തിയതായും നാം കാണുന്നു. ക്രിസ്തീയ ലോകത്ത് സ്നാനം തന്നെ പലവിധമുണ്ട്. ഒന്ന്, യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത്, അതായത് അവരെ യേശു നാമക്ക എന്നാണ് അറിയപ്പെടുന്നത്.
അവർ യേശുനാമക്കാരാണ്, തൃത്വ നിഷേധികളാണ്. വേദപുസ്തകത്തിലെ ദൈവം ത്രിയേകനാണെന്ന് വിശ്വസിക്കാത്തവരാണ്. അപ്പോൾ അവരെ തൃത്വ നിഷേധികളാകിയാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പോലും സാധിക്കുകയില്ല. അവർ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നു. യേശു എന്നത് ക്രിസ്തുവിന്റെ മാനുഷിക നാമമാണ്. 2, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നു. അങ്ങനെ ചില കൂട്ടരെ കണ്ടിട്ടുണ്ട്. പത്രോസും മറ്റും അങ്ങനെ ചെയ്തോണ്ട് അവരെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്തി. എന്തുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൽപ്പന കൊടുത്തിരിക്കെ യേശുവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തി എന്നൊരു ചോദ്യമാണ് പല ആളും ചോദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷിത മെശിഹയും രക്ഷിതാവുമെന്ന് യഹൂദന്മാർ അവനെ നേരിൽ കണ്ടിട്ടും വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. അങ്ങനെയാണ് പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ജീവദായകനായ ക്രിസ്തുവിനെ അവർ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് സ്തേഫാനോസ് അക്കാര്യം പറയും. അപ്പൊ ജീവദായകനായ യേശു ക്രിസ്തുവിനെ മരണത്തിനായി പിലാത്തോസിന്റെ കയ്യിൽ ഈ യഹൂദ പരീക്ഷകളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തവനാരോ അവൻ തന്നെയാണ് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത മെശിഹയെന്നും അവൻ സാക്ഷാൽ ദൈവമാണെന്നും അവരെ ബോധ്യപ്പെടുത്തുന്നതിനാണ് പത്രോസും ശേഷം ആളുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുന്നത്. അല്ലാതെ കർത്താവിന്റെ കൽപ്പനയുടെ നഗ്നമായ ലംഘനം ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമാണ്, അതാണ് ചെയ്യുന്നുള്ളൂ. സഭയെ രക്ഷിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന കൽപ്പന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിലാണ്. നമ്മൾ യഹൂദന്മാരില്ലാത്തതുകൊണ്ടും യേശു ക്രിസ്തുവിന്റെ ചിരകാല മെശിഹിക വാഗ്ദത്തം യഹൂദന്മാർക്ക് ലഭിച്ച പോലെ അല്ല നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടും നാം ജാതികളിൽ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ടും നമുക്ക് യഹൂദന് കടമ്പയായി നിന്ന ഈ പ്രസ്താവന ബാധകമല്ല. അതുകൊണ്ടാണ് നാം സ്നേഹിച്ചവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുന്നു. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ദേവദാസൻ പറഞ്ഞത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവർ മാത്രമാണ് സ്വഭാവമെന്നാണ്. അതേതെങ്കിലും ഒരു സഭയുടെ ഭരണഘടനയോട് ബന്ധപ്പെട്ടുള്ള പഠിപ്പിക്കാതിരിക്കാം. ദൈവസഭയ്ക്ക് അങ്ങനെ ഉപദേശമില്ല. ദൈവസഭയ്ക്ക് മാനസാന്തരം ഭാവിക്ക് ആദ്യമുണ്ടാകുന്നു. മാനസാന്തരം അവനിൽ വിശ്വാസത്തെ ജനിപ്പിക്കുന്നു. വിശ്വാസം അവനെ രക്ഷയിലേക്ക് ആനയിക്കുന്നു. രക്ഷ അവനെ സ്നാനം എന്ന അനുസരണത്തിലേക്ക് നടത്തുന്നു. ഉദാഹരണം പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട ധാരാളം ആളുകൾ നരകത്തുണ്ടായിരിക്കും. എന്നാൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകളും സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. ഐ റിപ്പീറ്റ്, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട അനേക ആളുകൾ നരകത്തിലുണ്ടായിരിക്കും. എന്നാൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ആളുകൾ എല്ലാവരും സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്താണ് ഈ മാനസാന്തരം? മെറ്റാനോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് മാനസാന്തരം എന്നതിന് ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം എ ചേഞ്ച് ഓഫ് ഡിസ്പോസിഷൻ, മാനസിക അവസ്ഥയ്ക്കുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ പരിവർത്തനം എന്നാണ്. ഒരു പാപി സുവിശേഷം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടുന്നു. മാനസാന്തരം അതിൽ തന്നെ രക്ഷയല്ല. ഒരു വ്യക്തി ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു ചിന്തിക്കുക. അദ്ദേഹം ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുമായിരുന്നു. എന്നാൽ അതിനൊരു മാനസാന്തരം ഉണ്ടായി. ഇനി അത് മീൽസിന് ശേഷം 3 നേരമായി കുറയ്ക്കുന്നു എന്ന് തീരുമാനിച്ചു. ദാറ്റ് ഈസ് നോട്ട് റിപ്പൻഡൻസ്. അതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ടേണിംഗ് അവേ ഫ്രം സിൻ ആൻഡ് ടേണിംഗ് അൺ ടു ഗോഡ്. പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ മാനസാന്തരം വഴിമത്തി മുടങ്ങിപ്പോകാൻ പാടില്ല. മാനസാന്തരപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ അടുക്കൽ വന്ന് മരുഭൂമിയിൽ മാനസാന്തര സ്നാനം സ്വീകരിച്ച ആളുകളോട് യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നവരിൽ വിശ്വസിക്കണം. യോഹന്നാന്റെ മാനസാന്തര സ്നാനം ഏറ്റവർ മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തുകൊണ്ട് ആത്മരക്ഷ പ്രാപിച്ചിരുന്നു എങ്കിൽ അവർ തന്റെ പിന്നാലെ വരുന്ന ലോകിക രക്ഷകനായ യേശു ക്രിസ്തുവിൽ രക്ഷയ്ക്കായി വിശ്വസിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ സ്പഷ്ടമായി പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നു, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവരിൽ നിങ്ങൾ വിശ്വസിക്കണം. ഒരു ആത്മരക്ഷ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരം വരെയുള്ള വിശ്വാസാൽ മാത്രമാണ്. സഭയോട് ചേർക്കുന്നത് പാസ്റ്ററും സുവിശേഷകനും മൂപ്പനൊന്നുമല്ല. അത് പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശുവാണ്. അതിനുള്ള മാനദണ്ഡം അവർ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. അല്ലാതെ മാനസാന്തരപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ ഒരാൾക്ക് ദൈവസഭയുടെ അംഗമായി തീരാൻ കഴിയുകയില്ല. എന്നാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയുടെ അനുസരണമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വാസ സ്നാനം അനിവാര്യമായും സ്വീകരിക്കേണ്ടതാണ്.
അത് സ്വീകരിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഞാൻ ഇനി ലോകത്തിന്റെ വകയല്ലെന്നും ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയും ഈ സ്നാനത്താലുള്ള രക്ഷയെ അന്വേഷിക്കാൻ ഇടയാകരുത്. വേദപുസ്തകം പറയുന്നത് വിശ്വാസത്താലുള്ള രക്ഷയാണ്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഈ ഷോർട്ട് വീഡിയോ ഈ വിശദീകരണത്തിലൂടെ ഞാനിവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം ഇത് കേൾക്കുന്ന ഏവർക്കും വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രോം ഉദയാനന്ദ. താങ്ക് യു.